വാട്സ്ആപ്പ് ഗീസ് ബോക്സ് നാസിമാണ്. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധാപൂർവ്വം മുഴുവനായിട്ട് കാണണം. കാരണം ഓൺലൈൻ സ്കാംസ് ഒരുപാട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്ക് വന്നിട്ടുള്ള ഒരു ഓൺലൈൻ സ്കാമിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത്. ഇതിനു മുമ്പ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, അന്ന് ഞാൻ വർക്കിലായതുകൊണ്ട് എനിക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇത്തവണ ഞാൻ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്ത് അതിന്റെ തെളിവ് സഹിതം കാണിക്കുന്നുണ്ട്. എൻ്റെ ക്രെഡിറ്റ് കാർഡ്, എൻ്റെ SBIക്ക് എനിക്ക് 2 ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ട്. ഈ ഒരു ക്രെഡിറ്റ് കാർഡിനെ ആസ്പദമാക്കിയിട്ടാണ് ആദ്യമായിട്ട് എനിക്ക് കോൾ വന്നത്. ആ ഒരു കാർഡിലെ റിവാർഡ്സ് പോയിന്റ് എനിക്ക് ഒരുപാട് കിടപ്പുണ്ട്. ഞാനത് അങ്ങനെ റെഡീം ചെയ്യാറില്ല. ഏതെങ്കിലും രീതിയിൽ എനിക്ക് ഉപകാരപ്പെടുന്ന ആ ഒരു രീതിയിൽ മാത്രമാണ് ഞാൻ റെഡീം ചെയ്യാറ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പോയിന്റ്സ് ഈ ഒരു 2 ക്രെഡിറ്റ് കാർഡിലും വന്ന് കിടപ്പുണ്ട്. അങ്ങനെ എനിക്ക് ഒരു ദിവസം കോൾ വന്നു, ഈ റെഡീം പോയിന്റ് റെഡീം ചെയ്ത് എടുക്കുവാൻ വേണ്ടി സഹായിക്കാമെന്നും പറഞ്ഞു. അപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. പക്ഷെ ഞാൻ വർക്കിലായ കാരണം ഞാനത് അവോയ്ഡ് ചെയ്തിട്ടു. കഴിഞ്ഞ ദിവസം എനിക്ക് വീണ്ടും ഒരു കോൾ വന്നു. നോർമലി ഹിന്ദിക്കാരാണ് വിളിക്കുന്നത്, പക്ഷേ ഇത്തവണ നമുക്ക് തമിഴിലാണ് ഇവർ വിളിച്ചിരുന്നത്. എന്നോട് അവർ പറഞ്ഞത് SBIയുടെ ക്രെഡിറ്റ് കാർഡ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്, തമിഴ്നാട് ബ്രാഞ്ചിൽ നിന്നാണ്. അപ്പോൾ സാറിന് ഫ്രീ ആയിട്ട് ക്രെഡിറ്റ് ലിമിറ്റ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ക്രെഡിറ്റ് ലിമിറ്റ് കൂട്ടിത്തരിക എന്നുള്ളത്. ഇത്തരത്തിൽ കേട്ട് കഴിയുമ്പോൾ എല്ലാവരും ചാടിക്കേറി അത് എടുക്കും. എനിക്കും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. എന്നോട് അവർ പറഞ്ഞത് ക്രെഡിറ്റ് ലിമിറ്റ് ഇൻക്രീസ് ആകുന്നുണ്ട് SBIയുടെ ഭാഗത്തു നിന്നാണ്. അപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി, ഇത് സ്കാം ആണ് ഉറപ്പായിട്ടും. അപ്പോൾ അവർ വിളിച്ച ഒരു കോൾ റെക്കോർഡിങ് ആദ്യം ജസ്റ്റ് ഒന്ന് നിങ്ങൾ കേൾക്കുക. കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇവർ എങ്ങനെയാണ് നമ്മുടെ ട്രാപ്പിലേക്ക് വീഴ്ത്താൻ പോകുന്നത്. வணக்கம், ரகுராம் பேசுறேங்க. ஸ்டேட் பேங்க் ஆஃப் இந்தியாலேருந்து. ஸ்டேட் பேங்க் ஆஃப் இந்தியா. சார், நம்ம SBI கார்டு யூஸ் பண்ணுறீங்க இல்லையா? ஏதா SBI ക്രെഡിറ്റ് കാർഡ് യൂസ് பண்ணுறீங்க இல்லையா? ഇവർ ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് വിളിക്കുന്നത്. ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞാൽ ഉപയോഗിക്കുന്നുണ്ടോ പറഞ്ഞു. എനിക്ക് അപ്പോഴേ കാര്യം മനസ്സിലായി, ഇതൊരു സ്കാം ആണ്. കാരണം ഒരിക്കലും നമുക്ക് SBIന്ന് ഇത്തരത്തില് ലിമിറ്റ് ഇൻക്രീസ് ചെയ്യാമെന്നും പറഞ്ഞുള്ള ഒരു കോൾ വരത്തില്ല. നമുക്ക് SMS ആയിട്ട് അല്ലെങ്കിൽ SBIയുടെ ആപ്ലിക്കേഷൻ വഴി മാത്രമേ നമുക്ക് ക്രെഡിറ്റ് കാർഡിന്റെ ലിമിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വരത്തുള്ളൂ. ഏതായാലും ബാക്കി കൂടി നിങ്ങൾ കേൾക്കുക. கார்டில் லிமிட் இன்க்ரீஸ் பண்ண விரும்புறீங்களா சார்? கிரெடிட் லிமிட் லிமிட் இன்க்ரீஸ். சார், வித்தவுட் லிமிட் வந்து வித்தவுட் எனி எக்ஸ்ட்ரா சார்ஜஸ் தான் இன்க்ரீஸ் பண்ணி தரோம். ஓகேங்களா சார்? அந்த கூடவே நம்ம கார்டுடைய ஆனுவல் சார்ஜஸ் எல்லாம் கேன்சல் பண்ணி லைஃப் டைம் ஃப்ரீ கார்டை அப்கிரேட் பண்ணி தரோம். சேம் கிரெடிட் கார்டு. ஓகேங்களா? ലൈഫ് ടൈമാ ഫ്രീയാ? ഓൾറെഡി ഇവർ പറയുന്നത് യാതൊരു തരത്തിലുള്ള ഡോക്യുമെന്റ്സും വേണ്ട, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലിമിറ്റ് ഇൻക്രീസ് ചെയ്തു തരാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ആനുവൽ ഫീസും വരുന്നില്ല എന്നാണ് പറയുന്നത്. എനിക്ക് ഓൾറെഡി എൻ്റെ യൂസേജ് അനുസരിച്ച് എനിക്ക് ആനുവൽ ഫീസോ അല്ലെങ്കിൽ ജോയിന്റ് ഫീസോ ഒന്നും ഈ 2 കാർഡിലും വരുന്നില്ല. ലൈഫ് ടൈം ഫ്രീ കാർഡ് അപ്ഗ്രേഡ് பண்ணி தரோம். சேம் கிரெடிட் கார்டு. ஓகே இப்போ ஆல்ரெடி லைஃப் டைம் ஃப்ரீ தானே? அதுல எந்த ப்ராப்ளம் இல்ல. அப்படி நீங்க ஆனுவல் சார்ஜஸ் கட்டிட்டு இருந்தா அது வந்து கேன்சல். என்னோட 2 கார்டு இருக்கு SBIയുടെ. ഒരു BPSL இருக்கு, ஒரு சிம்பிளி சேவ் இருக்கு. அதுக்கு எவ்வளவு லிமிட் போயிட்டு இருக்கு? சிம்பிளி சேவ் தான் எனக்கு கொஞ்சம் லிமிட் கம்மியா இருக்கு. அது வந்து 36,000 only. HCL வந்து 1.7 lakh இருக்கு. ஓகே ஓகே, நோ ப்ராப்ளம் சார். உங்களோட BPSL ക്രെഡിറ്റ് കാർഡ് இருக்குது இல்லையா? அந்த ക്രെഡിറ്റ് കാർഡിൽ உங்களுக்கு 3 lakh. ഞാനിത് മനഃപൂർവ്വം അവരോട് പറഞ്ഞാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്ക് 2 കാർഡാണുള്ളത്. ഒന്നിൽ എനിക്ക് ഏകദേശം 36,000 രൂപ അടുത്താണ് വരുന്നത്. അത് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. എനിക്ക് മറ്റൊരു കാർഡ് BPCLന്റെ. ഈ ഒരു കാർഡിൽ എനിക്ക് അത്യാവശ്യം നല്ല ഒരു ക്രെഡിറ്റ് ലിമിറ്റ് വരുന്നുണ്ട്. ഞാൻ അവരോടത് അങ്ങോട്ടത്തേക്ക് പറഞ്ഞു. അവർ ഇങ്ങോട്ട് പറയുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ടത്തേക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു. എനിക്ക് ഇത്ര രൂപ അതിൽ ലിമിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഒരു ടൈമിൽ ബാങ്കിന്റെ റെപ്രസെന്റേറ്റീവ് എന്ന് പറയുന്ന ആൾ എന്നോട് പറഞ്ഞ മറ്റൊന്നുമല്ല, എങ്കിൽ അത് നമുക്ക് കൂട്ടാം, ഏകദേശം 3 ലക്ഷത്തിന് മുകളിലാക്കി തരാമെന്ന്. അപ്പോൾ കൂടുതൽ ക്യാഷ് അതിലാണല്ലോ കിടക്കുന്നത്. അപ്പോൾ അതിൽ ചൂണ്ടിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ക്യാഷ് അവർക്ക് അടിച്ചു മാറ്റാം. അതാണ് സംഭവം. 3,40,500 രൂപ. രണ്ടിലും 2 കാർഡിലും കൂടിത്തരാന്ന് പറഞ്ഞു. എനിക്ക് ഒരു കാർഡില് 3,40,500 അതേപോലെ തന്നെ സിംപ്ലി സേവില് 1.5 ലക്ഷം ആക്കി തരാന്നാണ് പറയുന്നത്. ഇൻക്രീസ് பண்ணுவாங்க. 2 கார்டிலும் லிமிட் இன்க்ரீஸ் ஆகுது வித்வுட் எனி எக்ஸ்ட்ரா சார்ஜஸ். ஓகே, அப்ப என்ன பண்ணணும்? ஜஸ்ட் ஒன் டைம் வெரிஃபை மட்டும் பண்ணிக்கவும். நீங்க தான் கார்டுடைய ரைட் ஹோல்டர் பர்சன். ஓகேங்களா? நான் தான். என்னோட பேர் இதே நம்பர் தான். யா சார், இதே நம்பர் தான். வாட்ஸ்அப் நம்பருங்களா? சேம். ஓகே, நம்ம பேக் அண்ட் டீம்ல இருந்து இப்போ உடனே உங்களுக்கு பிரியங்கா மேடம் வாட்ஸ்அப்ல மெசேஜ் அனுப்பிடுவாங்க. ஓகேங்களா? ஒன் டைம் பேக் அண்ட் டீம்ல இருந்து பிரியங்கா மேடம். ഓക്കെ, അപ്പൊ ഞാൻ ഇത് സമ്മതിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇൻക്രീസ് ചെയ്യണം. അപ്പൊ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റേഷൻ ഒന്നും തരണ്ടെന്ന് അവർ പറഞ്ഞു. വാട്സാപ്പ് ഈ നമ്പർ തന്നെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് പ്രിയങ്ക മാഡം എന്ന് പറയുന്ന ബാക്ക് ടീമിൽ നിന്ന് നമ്മൾ കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞു.
വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുമെന്ന് പറയുന്നു. ഓക്കെ, പ്രിയങ്ക മാഡം നമ്മളെ കോൺടാക്ട് ചെയ്യും, വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു സ്പോട്ടിൽ തന്നെ ഇത് ഇൻക്രീസ് ചെയ്യുമെന്ന് ചോദിച്ചു. എനിക്ക് അറിയാവുന്ന ഭാഷയിൽ അറിയാവുന്ന രീതിയിലുള്ള തമിഴ് വെച്ച് ഞാൻ ചോദിച്ചു. സ്പോട്ടിൽ പറഞ്ഞു സ്പോട്ടിൽ തന്നെ പ്രിയങ്ക മാഡം കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന ഡീറ്റെയിൽ നിങ്ങൾ വാട്സാപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്ത് തരുമെന്നാണ് പറയുന്നത്. ഈ ഒരു ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ആൾ വിളിച്ചപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു ഇനി വാട്സാപ്പ് വഴിയാണ് നിങ്ങളെ പ്രിയങ്ക മാഡം കോൺടാക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു വാട്സാപ്പ് ചാറ്റിന് നിങ്ങൾ കാണുക. ടെലിഗ്രാം കോള് കട്ട് ചെയ്ത ഉടനെ പ്രിയങ്ക മാഡം വിളിച്ചു, കുറച്ച് കാര്യങ്ങൾ ഇട്ടു, എന്നിട്ട് ഒരു ID കാർഡ് ഇട്ടു വന്നു, പ്രോപ്പറായിട്ടുള്ള ID കാർഡൊക്കെയാണ്. അപ്പോൾ ഞാൻ ഹായ് ഇട്ടു, ഞാൻ ചോദിച്ചു യെസ് മാഡം. അപ്പോൾ എൻ്റെ പറഞ്ഞ ഒരു സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു, ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു വിച്ച് ഡോക്യുമെൻറ്റ് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ മുകളിലേക്ക് ആ ഒരു എഴുതി തന്നില്ലേ, ആദ്യം എഴുതി തന്ന ആ ഒരു കാര്യം മെൻഷൻ ചെയ്തു. ഞാൻ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഞാൻ പറഞ്ഞു ചെക്ക് ദിസ് എന്ന് പറഞ്ഞു. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ പാൻ കാർഡും ക്രെഡിറ്റ് കാർഡിൻ്റെ ഫോട്ടോയും വേണമെന്നാണ് അവർ പറയുന്നത്. ഞാൻ പറഞ്ഞു ഓക്കെ. താഴേക്ക് വീണ്ടും ഞാൻ ജസ്റ്റ് ഇത് വായിച്ച് നോക്കിയിട്ട് ഞാൻ താഴേക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ആധാർ കാർഡ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ആധാർ കാർഡ് വേണ്ട സാർ എന്ന് പറഞ്ഞു. ഓക്കെ ശരി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പാൻ കാർഡ് ഇല്ല, പാൻ കാർഡിൻ്റെ നമ്പരും കാർഡ് മാത്രമേ ഉള്ളൂ, ക്രെഡിറ്റ് കാർഡും പാൻ കാർഡിൻ്റെ നമ്പരും മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഒരു സ്മൈലിയും കൂടെ അയച്ചു കൊടുത്തു. ആ ഒരു ടൈമിൽ നോ പ്രോബ്ലം, അതൊന്നും പ്രശ്നമില്ല എന്നാണ് നമ്മുടെ പ്രിയങ്ക മാഡം പറയുന്നത്. അവൻ്റെ ഒരു ലൗഡ് സിമ്പിളൊക്കെ അങ്ങ് സ്മൈൽ ചെയ്തിട്ട് ഓക്കെ ഇട്ട് കൊടുത്തു. ഉടനെ ഒരു പാൻ കാർഡിൻ്റെ നമ്പർ ഇങ്ങോട്ട് അയച്ചു തരാൻ പ്രിയങ്ക മാഡം പറഞ്ഞു. ഞാൻ എൻ്റെ പാൻ കാർഡിൻ്റെ നമ്പർ തെറ്റിച്ച് ഏതോ ഒരു പാൻ കാർഡിൻ്റെ നമ്പർ ഞാൻ അയച്ചു കൊടുത്തു. എന്നിട്ട് അവരപ്പോൾ അടുത്ത മെസ്സേജ് വന്നു, നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഫോട്ടോയും ഡേറ്റ് ഓഫ് ബർത്തും അയച്ചു തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ക്രെഡിറ്റ് കാർഡിൻ്റെ ഫോട്ടോ എന്തിനാണെന്ന് വെച്ചു, കാർഡിൻ്റെ ഫോട്ടോ എന്തിനാണെന്ന് ചോദിച്ചു. കുഴപ്പമില്ല, നമ്പർ ഒള്ളി അത് മാത്രം മതി എന്ന് പറഞ്ഞു, നമ്പർ മാത്രം മതി എന്ന് പറഞ്ഞു. ആ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാനപ്പോൾ അടുത്തതായിട്ട് എൻ്റെ ആ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഫോട്ടോ അവർക്ക് അയച്ചു കൊടുത്തു. ഫോട്ടോ അയച്ച സമയത്ത് അവസാനത്തെ ഒരു നമ്പർ ഞാൻ എൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് വൺ ടൈം ആയിട്ടാണ് ചെയ്തത്. അപ്പോൾ ജസ്റ്റ് അവർ ഓപ്പൺ ചെയ്തു, ഫോട്ടോ എടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ കാർഡിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് വെരിഫൈ ആയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞു, നമ്പർ അയച്ചു കൊടുത്തു. എൻ്റെ അവസാനത്തെ നമ്പർ ഞാൻ റോങ് ആയിട്ട് തെറ്റിച്ചാണ് അയച്ചു കൊടുത്തത്. അപ്പോൾ അവരത് അവിടെ ക്രോസ് ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ പ്രിയങ്ക മാഡം നെക്സ്റ്റ് എന്താണ് പറയുന്നത് അറിയാൻ ഞാൻ വെയിറ്റ് ചെയ്തു. ഓക്കെ സാർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തമ്പ് ഇംപ്രഷൻ കൊടുത്തു. അപ്പോൾ റെഗ്രാം വീണ്ടും നിങ്ങളെ വിളിക്കും, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. നമുക്കിനി റെഗ്രാം വിളിക്കുന്നതും കൂടി നമുക്ക് കേൾക്കാം. വാട്സാപ്പ് ചാറ്റ് കണ്ടല്ലോ, വളരെ തന്ത്രപരമായിട്ടാണ് ഇവർ ID കാർഡ് വരെയും വെച്ചിട്ടാണ് ഈ ഒരു സ്കാം നടത്തുന്നത്. ഏതായാലും വാട്സാപ്പിൽ ഞാൻ എൻ്റെ കാർഡിന്റെ അവസാനത്തെ ആ 2 അക്കം ഇങ്ങനെ മറച്ചു വെച്ചിട്ടാണ് അയച്ചു കൊടുത്തത്. അപ്പോൾ അവർ വീണ്ടും ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞ ഉടൻ തന്നെ എനിക്ക് വെരിഫൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ വീണ്ടും എന്നെ ഈ നേരത്തെ വിളിച്ച ആൾ വീണ്ടും വിളിച്ചു. ഹലോ சார் அகைன் ரகுராம் பேசுகிறேன். ஹலோ மேடம் ஹலோ சார் கேட்குதுங்களா? பிரியங்கா மேடம் கூப்பிட்டாச்சு. டாக்குமெண்ட் சக்ஸஸ்ஃபுல்லி ரிசீவ் ஆயிருக்கு சார். நம்ம பாரத் பெட்ரோலியம் கிரெடிட் கார்டில் லிமிட் இன்க்ரீஸ் பண்ண விரும்புறீங்க கரெக்ட்டுங்களா? ஓகே ஓகே சார். டேட் ஆஃப் பர்த் ஒரு வாட்டி சொல்லுங்கள் சார் கன்ஃபர்மேஷனுக்காக. அரே என்னுடையா? உங்களோட டேட் ஆஃப் பர்த் 18 February 02 1990. ഓക്കെ, പ്രിയങ്ക മാഡത്തിന് ഞാൻ ഡീറ്റെയിൽ അയച്ചു കൊടുത്തിരുന്നു. അതിനുശേഷം എന്നോട് ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചു. ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ റോങ് ആയിട്ടാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. லைன்ல இருக்கும்போதே நம்ம கிரெடிட் லிமிட் இன்க்ரீஸ் ஆயிரும், எந்த ஒரு எக்ஸ்ட்ரா சார்ஜஸ் இல்லாத. ஓகேங்களா? கூடவே கார்டுடைய ஆனுவல் சார்ஜஸ் அண்ட் மந்த்லி சார்ஜஸ் எல்லாம் கேன்சல் ஆகி லைஃப் டைம் ஃப்ரீ கார்டா அப்கிரேட் ஆயிரும் சேம் கிரெடிட் கார்டு. ஓகேங்களா சார்? ஓகே. பிபிஎஸ்எல் மட்டும் இப்போ கூட்டி தாங்கும். புரியல. இப்போ பிபிஎஸ்எல் தானே இன்க்ரீஸ் பண்ணது? ஆமா ஆமா ஆமா. ഓക്കെ. അപ്പോൾ അവരേതായാലും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഈ ഒരു ഡീറ്റെയിൽ അടിച്ചു കൊടുത്തതിന് ശേഷം OTP വരും. OTP പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന ക്യാഷ് അപ്പാടെ അവർ എടുത്തോണ്ട് പോകും. പിന്നെ ആ ഒരു ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് പോലും കാര്യമില്ല. ആ ഒരു ക്യാഷ് നമ്മൾ അടയ്ക്കേണ്ട വരും. ഓൺലൈൻ സ്കാം ആയിട്ട് തന്നെ അത് രേഖപ്പെടുത്തും. അങ്ങനെ രേഖപ്പെടുത്തിയാൽ കൂടി ഇതിലെ കാശ് മൊത്തത്തിൽ അട്ടപടലം പോകും. അപ്പോൾ അതാണ് ഇനി നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ വാട്സാപ്പിൽ എൻ്റെ കാർഡിന്റെ നമ്പർ അവസാനത്ത് വേറൊരു നമ്പറാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അവരത് പറഞ്ഞു ക്രെഡിറ്റ് കാർഡിന്റെ ആ നമ്പർ കറക്റ്റ് ആകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അത് കറക്റ്റ് ആണ്, എൻ്റെ ക്രെഡിറ്റ് കാർഡ് നമ്പർ എനിക്കറിയാമല്ലോ എന്ന് ഞാൻ പറഞ്ഞു. കാർഡ് എൻഡിംഗ് നമ്പർ മാച്ച് ആകാൻ മാട്ടേங்குது സാർ. 4611 1993 5504 and 046 0464 64 match ಆಗಲ್ಲ ಸರ್. ಕರೆಕ್ಟ್ ಆಗಲ್ಲ. 4611 199 355 0464 63. അപ്പൊ ഞാൻ ഓൾറെഡി റോങ് ആയിട്ടാണ് പറഞ്ഞു കൊടുത്തത് കാർഡ് നമ്പർ. അപ്പൊ അവരെന്നോട് പറഞ്ഞു
അത് നമ്പർ തെറ്റാണ്, കറക്റ്റായിട്ട് പറയാൻ പറഞ്ഞിട്ട് അവരൊരു നമ്പർ പറയുകയാണ് 3 ആണോ. ഞാൻ പറഞ്ഞ 3 അല്ല, 4 അല്ല എൻ്റെ വേറൊരു നമ്പറാണ് വരുന്നത്. ഞാനത് റോങ് ആയിട്ടാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അവർ 3 തന്നെയാണെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ 3 അല്ല, ഞാൻ പറഞ്ഞ നമ്പർ കറക്റ്റ് ആണെന്ന് ഞാൻ വീണ്ടും അങ്ങോട്ട് അവരോട് പറഞ്ഞു. பிரியங்கா மேடத்தின் போட்டோ அனுப்பி கொடுத்தாச்சு. போட்டோ அனுப்பியிருக்கீங்க, அதில் லாஸ்ட் டிஜிட் வெரிஃபை ஆகல. கரெக்டா போட்டிருக்கு. ஓகே ஓகே. இப்போ ஃபேக்கா? ஹலோ, நீங்க ஃபேக்கா? கார்டு கரெக்டா போட்டிருக்கு பிரியங்கா மேடத்துக்கு. കറക്റ്റ് ലാസ്റ്റ് ഡിജിറ്റ് പോട്ടില്ല സാർ, കാർഡ് എൻഡിങ് നമ്പർ തപ്പ്. അപ്പൊ ഞാൻ അവരോട് അങ്ങോട്ട് ചോദിച്ചു നിങ്ങൾ വല്ല ഫേക്ക് ആണോ എന്ന് ഞാൻ ജസ്റ്റ് ചോദിച്ചു. അപ്പൊ അവര് പറയുന്നില്ല. ഞാൻ പറഞ്ഞു പ്രിയങ്ക മാഡത്തിന് കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ ആണ് ഞാൻ അയച്ചു കൊടുത്തിരിക്കുന്നത്, നിങ്ങൾ ഫേക്ക് ആണോ അല്ലെങ്കിൽ നിങ്ങൾ ഫ്രോഡ് ആണോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അപ്പൊ അവർ പറയുന്നത് എന്താണെന്ന് കേട്ടോ. ലാസ്റ്റ് ഡിജിറ്റ് പോട്ടില്ല സാർ, കാർഡ് എൻഡിങ് നമ്പർ തപ്പ്. ஒரு வாட்டி இப்போ சென்ட் பண்ணியாச்சு. பிரியங்கா மேடம் என்னது கூப்பிட்டாச்சு, என்ன நம்பர் என்னன்னு கரெக்டா கூப்பிட்டாச்சு, நான் 4 கரெக்டா சொல்லியாச்சு. ഞാൻ ഈ ഒരു കോളിന്റെ ടൈമിൽ തന്നെ ഞാൻ ആ ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് വീണ്ടും മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇത് ഈ സൈഡിൽ കാണാൻ പറ്റും. ഞാൻ ആ ഒരു നമ്പറിലേക്ക് വീണ്ടും മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോള് വന്നിട്ട് എന്താണ് എടുക്കാത്തതെന്ന് ചോദിച്ചു. അപ്പൊ പ്രിയങ്ക മാഡം എന്താ തരുന്ന റിപ്ലൈ നിങ്ങൾക്ക് ഇവിടെ കാണാം. കാർഡ് നമ്പർ മാച്ച് ആകില്ല സാർ. கரெக்டா சார். അവരൊന്നും മിണ്ടുന്നില്ല, അവർക്കപ്പോ ദേഷ്യം വരുന്നുണ്ട്. தப்பல்ல, கரெக்ட். ക്ലിയർ ഫോട്ടോ അനുഭവം ഒന്നൊരു ഫോട്ടോ അനുഭവം. நீங்க எந்த பேங்க் எந்த பிரான்ச்சின்னு கூப்பிடுது? വീണ്ടും എന്നോടൊരു കാർഡിന്റെ ഫോട്ടോ അയക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ ഏത് ബാങ്ക് ബ്രാഞ്ചിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് ചോദിച്ചു. എവിടെ? എന്നെ? ഹലോ ബ്രോ, എന്നെ ചീത്ത പറഞ്ഞിട്ട് അവരാ ഒരു കോൾ അങ്ങ് കട്ട് ചെയ്തു. ഇത്രയും ഞാൻ ഏത് ബ്രാഞ്ചിൽ നിന്നാണ് അങ്ങോട്ട് രണ്ടാമത് എടുത്ത് ചോദിച്ചപ്പോൾ എന്നെ ചീത്ത പറഞ്ഞിട്ട് അവർ കട്ട് ചെയ്തു. അപ്പോൾ കുറച്ച് ഞാൻ അങ്ങോട്ട് വീണ്ടും ശ്രമിച്ചു. ഞാൻ ഒരു 10-12 തവണ വിളിച്ചു, പക്ഷേ എങ്കിൽ അവർ നമ്പർ ബിസി ആക്കി വിടുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കോൾസ് നിങ്ങൾക്കും വരാം. വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിലൂടെയാണ് ഇവർ വിളിക്കുന്നത്. പല ആളുകളും ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് സെക്ഷനിലാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോൺ തരാം, ഇതുപോലെ ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്. നമ്മുടെ നമ്പേഴ്സ് എങ്ങനെയാണ് ഇത് പോകുന്നതെന്ന് പല ആൾക്കും അറിയത്തില്ല. നമ്മൾ ഈ ഷോപ്പിംഗ് മാളിലോ അല്ലെങ്കിൽ നെറുക്കെടുപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈസ് തരാമെന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള കൂപ്പൺസ് ഒക്കെ പൂരിപ്പിച്ചു കൊടുക്കുമ്പോഴോ ഏതെങ്കിലും അൺഒഫീഷ്യൽ ആയിട്ടുള്ള സൈറ്റിൽ നമ്പർ വെച്ച് ലോഗിൻ ആക്കുമ്പോഴോ ഇത്തരത്തിലൊക്കെയാണ് നമ്മുടെ നമ്പർ കിട്ടുന്നത്. എന്നിട്ടാണ് ഇവർ നമ്മളെ വിളിക്കുന്നത്. ഇത്തരത്തിൽ വിളിച്ചു കഴിയുമ്പോൾ ഇതിനെക്കുറിച്ച് വലിയൊരു ഗ്രാഹ്യം ഇല്ലാത്ത ആളാണെങ്കിൽ ഉറപ്പായിട്ടും ചെന്ന് പെടുകയും നമ്മുടെ കാശ് മൊത്തത്തിൽ അടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഓൺലൈൻ സ്കാം വഴി നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെ റിട്ടേൺ എടുക്കാമെന്നുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനൽ ഇതിന് മുമ്പിട്ടുണ്ട്. ഞാൻ എൻഡ് ബട്ടണിലും അതേപോലെ തന്നെ ഐ ബട്ടണും കൊടുത്തേക്കാം. ജസ്റ്റ് കയറി നിങ്ങൾ കണ്ടു നോക്കി കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ആ ഒരു പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാഷ് ഒരു 60% നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്നതായിരിക്കും. ഏതായാലും ഇത്തരത്തിലുള്ള ഓൺലൈൻ സ്കാംസിൽ നിങ്ങൾ പോയി പെടാതിരിക്കുക. ആര് OTP ചോദിച്ചാലും ബാങ്കിന്റെ റെപ്രസെന്റേറ്റീവ് ആണെന്ന് പറഞ്ഞ് അൺഓതറൈസ്ഡ് ആയിട്ട് ആര് കോൾ വിളിച്ചാലും നിങ്ങളുടെ OTPസോ അല്ലെങ്കിൽ കാർഡ് നമ്പറോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞു കൊടുക്കരുത്. നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻക്രീസ് ആകും, അല്ലെങ്കിൽ റിവാർഡ് പോയിന്റ് ഏൺ ചെയ്യാം, കൂടുതൽ ക്യാഷ് കിട്ടും എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ക്യാഷ് 100% പോയിരിക്കും. പിന്നീട് നിങ്ങൾ ആ ഒരു കാർഡിലേക്ക് ആഡ് ചെയ്യുക, EMI ഇടുക, എന്ത് ചെയ്താലും വീണ്ടും വീണ്ടും വരെ നമ്മുടെ നിന്ന് ക്യാഷ് അടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇത്തരത്തിലുള്ള ഓൺലൈൻ സ്കാമേഴ്സിന് മുന്നിൽ നിങ്ങൾ തല വെച്ച് കൊടുക്കരുത്. എല്ലാ ആളുകളിലേക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ കുറിച്ച് നിർദ്ദേശങ്ങൾ പറയുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ ഞാനൊരു വൈൻഡപ്പ് ചെയ്യണം. മറ്റൊരു നല്ല വീഡിയോ കാണുമ്പോൾ നാസ്മി സൈനിങ് ഓഫ്. താങ്ക് യു.